കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സ്നേഹത്തിൻ്റെയും ഓർമ്മകളുടെയും നിറവിൽ കലാഭവൻ നവാസ് ഫൗണ്ടേഷന്റെ ഉദ്ഘാടന കർമ്മം പ്രൗഢഗംഭീരമായി നടന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ PV അൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു നവാസിൻ്റേതെന്നും ഇത്തരം കൂട്ടായ്മകൾ ഒരുക്കുന്ന നല്ല പ്രവൃത്തിക്ക് ചുക്കാൻ പിടിക്കുന്നവർ നാടിൻ്റെ വിജയമാണെന്നും ഇത് നിലനിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഫൗണ്ടേഷന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ എല്ലാ കാലവും നിലനിൽക്കട്ടെ. അദ്ദേഹത്തെ മലയാളികൾക്ക് സ്മരിക്കുവാനായി അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്, അദ്ദേഹം നടത്തിയ സ്റ്റേജ് ഷോകളുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും എല്ലാ കാലത്തും അത് അനുസ്മരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നാട് എന്ന നിലയിൽ ഈ പ്രദേശത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ഫൗണ്ടേഷൻ തുടങ്ങുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച വ്യത്യസ്തമായ ഓർമ്മകൾ ഈ പ്രദേശവാസികൾക്ക് പകർന്നു കൊടുക്കുവാൻ സഹായകരമാകുന്നത് തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ഫൗണ്ടേഷന് രൂപം കൊടുക്കാൻ മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ആലുവ MLA അൻവർ സാദത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഫൗണ്ടേഷൻ കൺവീനർ ശിവദാസൻ മാറമ്പള്ളി സ്വാഗതം ആശംസിച്ചു. ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ കലാകാരന്മാരെ ആദരിക്കുകയും അർഹരായവർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും ഓണക്കോടി വിതരണവും വേദിയിൽ വെച്ച് നിർവഹിക്കുകയും ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA മുക്താർ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BA അബ്ദുൾ മുത്തലിബ്, വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാജു മത്തായി, ചലച്ചിത്ര താരങ്ങളായ ഹരിശ്രീ അശോകൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, പ്രിയങ്ക അനൂപ്, രാജാ സാഹിബ് തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ചു. തീർച്ചയായും നവാസ് ഫൗണ്ടേഷൻ ആരംഭിക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു കലാകാരൻ്റെ ജാടയില്ലാത്തൊരു കലാകാരനാണ് ശരിക്കും നവാസ് എന്ന കലാകാരൻ അത്രയും വലിയൊരു സിനിമാ മേഖലയിലുള്ള ഒരു ജാടകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഒരു ആലുവക്കാരനായ ഒരു സാധാരണ നമ്മളെയൊക്കെ പോലെയുള്ള സാധാരണ പൗരനായിട്ടാണ് ഇവിടെയൊക്കെ നടന്നത്. വിദ്യാഭ്യാസമാണെങ്കിലും ജോലിയാണെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് പുറത്തു പോയി നമ്മൾ ജോലിക്ക് പോകുന്നു, വിദ്യാഭ്യാസം ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പറയണേ, ഒരവസരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലിയാക്കാനുള്ള, നല്ല സാലറിയോടുകൂടി ജോലിയൊക്കെ ആക്കാനുള്ള ഒരു സന്ദർഭം മന്ത്രി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേനെ തന്നിരുന്നെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. വളരെ സന്തോഷമാണ് നമുക്ക്. ഇപ്പം നമുക്കൊന്നുമില്ല. ഒരു 16-17 വയസ്സ് കഴിഞ്ഞാൽ മക്കൾ പോയി, നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കായി അച്ഛനും അമ്മയും. ഈ അച്ഛനും അമ്മയും എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടത്. അവർക്കാണ് പേരക്കുട്ടികളുടെ ഒരുപാട് സ്നേഹം. വരാൻ വൈകിയതിൽ ആദ്യം ക്ഷമ ചോദിക്കുന്നു. കാരണം വഴി നല്ല ബ്ലോക്കാണ്. പിന്നെ ഗൂഗിളിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഗൂഗിളിട്ട് കഴിഞ്ഞാൽ അറിയാം എല്ലാ വീടിൻ്റെയും അടുക്കളയും മറപ്പുരൊക്കെ കയറിയായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇവിടെ എത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അദ്ദേഹം ബഡായി ബംഗ്ലാവ് കുറച്ച് നാൾ ആങ്കർ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ട് നവാസ്കയുടെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് രാജാ സാഹിബൊക്കെ. പക്ഷേ നമ്മളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ മിമിക്രിക്കാരിൽ ഒരു പ്രൊഫൈലൊന്ന് മാറി നിൽക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് നവാസ്ക്ക് എപ്പോഴും. പുള്ളി ഒരു എന്താ പറയുക, പുള്ളിയുടെ പ്രോഗ്രാമിനാണെങ്കിലും പുള്ളിയുടെ ഗെറ്റപ്പ് പിടിക്കണതിലൊക്കെ ആണെങ്കിലും പുള്ളി ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഇത്തിരി കൂടി നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രസംഗങ്ങൾക്കിടയിൽ പ്രശസ്ത താരം വിഷ്ണു ഉണ്ണികൃഷ്ണനും നാടിൻ്റെ കലാകാരൻ ശിവദാസൻ മാറമ്പള്ളിയും ചേർന്ന് തങ്ങളുടെ ചിത്രമായ വെടിക്കെട്ടിലെ മനോഹരമായ ഗാനം വേദിയിൽ ആലപിച്ചു. എന്തൊരു ചന്തമാണടി, കേൾക്കാൻ എന്തൊരു ഇമ്പമാണടി, കാണാൻ എന്തൊരു ചന്തമാണടി, കേൾക്കാൻ എന്തൊരു ഇമ്പമാണടി. തുടർന്ന് കലാഭവൻ നവാസുമത്ത്
സ്റ്റേജ് പങ്കിട്ട ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് രാജാ സാഹിബ് തങ്ങൾ പാടാൻ ബാക്കി വെച്ച ഗാനം കൂടി ആലപിച്ചത് സദസ്സിന് തികച്ചും ഹൃദ്യമായൊരനുഭവമായി മാറി. ഞങ്ങൾ അന്ന് ശരിക്കും ഒരുമിച്ച് പാടാനായിട്ടുള്ള സംഭവം ഇപ്പോൾ 2 ഐറ്റം ആക്കാമെന്ന് പറഞ്ഞ് 2 ആക്കി മാറ്റി. അന്നൊക്കെ മനസ്സിലുണ്ടായിരുന്ന പാടാൻ വെച്ചിരുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നവാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പാടട്ടെ. ആ മൈക്കം തരാം. കലകലകലകന കവിതകൾ പഠിക്കുന്നത് കൂട് കൊടുത്തെന്ന് കാറ്റും വീശുത്. சின்ன பெண் பெண்ணல்ல வண்ண பூங்கோட்டம் வளையோசை கலகலகலகன கவிதைகள் படிக்கிறது കൂട് കൊടുത്തെന്ന് കാറ്റും വീശുത്. സമ്മേളനത്തിൻ്റെ ഒടുവിൽ സംസാരിച്ച നവാസിൻ്റെ ഭാര്യാപിതാവിൻ്റെ വാക്കുകൾ സദസ്സിനെ ആകെ അത്യധികം വികാരനിർഭരമാക്കി. മൺമറഞ്ഞുപോയ പ്രിയ മകനെ പോലെയുള്ള നവാസിൻ്റെ ഓർമ്മകൾ വിതുമ്പലോടെ അദ്ദേഹം പങ്കുവച്ചപ്പോൾ വേദിയിലുള്ളവരും കാണികളും ഒരേപോലെ കണ്ണീരണിഞ്ഞു. ഞാൻ കൊച്ചിയിലേക്ക് പോകാനുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ എല്ലാ ബന്ധങ്ങളും കൊച്ചിയിലാണല്ലോ, പള്ളുരുത്തിയാണ് എൻ്റെ വീട്. അപ്പോൾ അത് മോൻ തന്നെ തിരഞ്ഞെടുത്ത് മോൻ തന്നെ ആദ്യം ഇവിടെ കൂടി ഇനി ഈ നാട് വിട്ട് പോകുന്നില്ല, ഈ നാട്ടിൽ തന്നെ ആയിരിക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും ഉണ്ടായിരിക്കും, പിന്നെ എൻ്റെ അളിയന്മാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ ഫാമിലിയൊക്കെ ഒരുപാടുണ്ട്, ഇവിടെ അടുത്തുണ്ട്, അവരിവിടെ ഇരിപ്പുണ്ട്. എല്ലാവരോടും ഭയങ്കര സ്നേഹവും ബന്ധത്തിലും നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് നാളെ ഒരാളോട് എന്തെങ്കിലും ചെയ്തു, നാളെ ഒരാളോട് ഒരു മാപ്പ് പറയാം എന്ന് പറഞ്ഞാൽ അതിന് സമയം നമുക്ക് കിട്ടില്ല. 6:30 മണിക്ക് വിളിച്ചതാ, മക്കൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കണം, പിള്ളേരായിട്ട് ഒന്ന് പുറത്തു പോകണം, പിന്നെ നമുക്ക് കിട്ടുന്ന അറിവാണ്. ജീവിക്കാൻ പോലും നമുക്ക് തോന്നില്ല. നമ്മൾ ഒരു ചിന്ത, ജീവിതം വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച ഒരു സമയമാണ്. ദൈവം ആർക്കും ഇത് വരുത്താതിരിക്കട്ടെ, അതിനുവേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. തുടർന്ന് പരിപാടിയുടെ സമാപന വേദിയിൽ അരങ്ങേറിയ ഗാനമേള സദസ്സിന് മികച്ചൊരു സംഗീത വിരുന്നായി മാറി. വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ പൂർത്തിയായത്. ഫൗണ്ടേഷൻ ട്രഷറർ അഭിലാഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. പെരിയാർ വിഷന് വേണ്ടി ഷാജി കോട്ടപ്പറമ്പിലിനൊപ്പം രാജൻ തിരുവാല്ലൂർ. ദൂരെ നീലാംബരം കേൾക്കുന്നിതാ കാവ്യം.